റീറ്റെയിൽ ബെനിഫിറ്റ് ആണ്, റീറ്റെയിൽ പ്രോഫിറ്റ് ആണ്. നേരത്തെ പറഞ്ഞ പ്രൊഡക്റ്റുകൾ എച്ച് എക്സാമ്പിൾ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റുകൾ ഒരു ഡീലർഷിപ്പ് എടുക്കുന്ന സമയത്ത് നമുക്ക് 2500 രൂപയ്ക്കാണ് കിട്ടുക, 2500 പ്ലസ് GST. എച്ച് എന്ന് പറയുന്നത് അതിന്റെ MRP എന്ന് പറയുന്നത് 3750 രൂപയാണ്, 800 രൂപ പ്രോഫിറ്റ് കിട്ടും. അതായത് 27.11% പ്രോഫിറ്റ് കിട്ടും. അതായത് ഈ 6 പ്രൊഡക്റ്റുകൾക്കും കമ്പനി ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 27% മേലെ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അതാണ് ആദ്യത്തെ ഇൻകം എന്ന് പറയുന്നത്. റീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇത് വാങ്ങുവാനുള്ള ഇഷ്ടംപോലെ സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ കിട്ടിയാൽ നമുക്ക് 27% മേലെ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് 6 പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഡയറക്ട് സെയിൽ ബോണസ്. നമുക്കറിയാം ഇത് ഡയറക്ട് സെയിൽസ് ആണ്. നമ്മളുടെ പരിചയക്കാർക്ക് ഈ അവസരം നമുക്ക് കിട്ടിയ ഈ അവസരം അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ വാങ്ങുന്നതിന്റെ 5% നമുക്ക് കമ്മീഷൻ ഡയറക്ട് സെയിൽസ് ബോണസ് എന്ന് പറയുന്നത്. 5. അതായത് ഒരാൾ 10,000 രൂപയുടെ പ്രൊഡക്റ്റ് ആണ് വാങ്ങുന്നതെങ്കിൽ അതിന്റെ 5% 5,000 രൂപ. ഈ 15,000 രൂപയുടെ പ്രൊഡക്റ്റ് ആണ് വാങ്ങുന്നത്. അറിയാം നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലെല്ലാം പെയർ മാച്ചിങ് ആണ് നമുക്ക് പ്രോഫിറ്റ് ലഭിക്കുക. ഇവിടെയും അതുപോലെ തന്നെ പെയർ മാച്ചിങ് ആണ്. ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ വരുന്നത് 1:2 or 2:1 എന്ന് പറയുന്ന റേഷ്യോയിൽ നമ്മൾ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡയറക്ട് സെയിൽ നടത്തി കഴിഞ്ഞാൽ നമുക്ക് പോഡിംഗ് കിട്ടും. പോഡിംഗും അതിനുശേഷം വരുന്നതൊക്കെ 1:1 റേഷ്യോ ആണ്. പോഡിംഗും നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് 4,000 രൂപയാണ് ഡെയിലി സീൽ. അതായത് ഒരാളെ നമ്മളുടെ റെഫറൻസ് ചെയ്യുന്ന സമയത്ത് 2 സൈഡ് മാച്ച് ആയാൽ നമുക്ക് ഒരു പെയറിൽ നിന്ന് 2,000 രൂപ കിട്ടും. 2 പെയർ വന്നു കഴിഞ്ഞാൽ 4,000 രൂപ കിട്ടും. ആ 4,000 രൂപ നമുക്ക് ഡെയിലി സീലിംഗ് ആണ്. ഒരു ദിവസം 4,000 രൂപ കിട്ടും. പക്ഷേ അവിടെ വേറെ അട്രാക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നാവും 10,000 എന്ന് പറയുന്ന നമ്മുടെ വരുമാനം വരുന്നത്, അതിനുശേഷം നമ്മുടെ ഡെയിലി സീലിംഗ് 6,000 എന്ന് പറയുന്ന സംഖ്യ ലഭിക്കണം. അവിടെ എന്നാണോ നമ്മൾ 24,000 എന്ന് പറയുന്ന സംഖ്യ നമ്മൾ അച്ചീവ് ചെയ്യുന്നത്, അതിനുശേഷം അവിടെ ഡയറക്ട് സെയിലിംഗ് നമ്മുടെ സീലിംഗ് 8,000 8,000 മാറും. അവിടെ 50,000 എന്ന് പറയുന്ന ആ ഒരു വരുമാനം നമ്മൾ നേടുമ്പോൾ ഡയറക്ട് സെയിലിംഗ് നമ്മുടെ ഡെയിലി സീലിംഗ് 1,000 മാറും. അങ്ങനെ 15,000 രൂപ വരെ ഡെയിലി സീലിംഗ് ലിമിറ്റുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് കൊടുത്തത്. 15,000 രൂപ. നമ്മളുടെ ടീമിലെല്ലാം കൂടുതൽ ആൾക്കാർ വരുന്ന സമയത്ത് സീലിംഗ് എമൗണ്ട് കുറയും, പക്ഷേ സീലിംഗ് എമൗണ്ട് കൂടാൻ ചെയ്യും. കാരണം നമുക്ക് വരുമാനം കൂടുതൽ കിട്ടും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ദിവസം 15,000 രൂപ നിങ്ങൾക്ക് വരുമാനം കിട്ടാൻ നിങ്ങൾക്ക് ഒരു മാസം നിങ്ങൾ വരുന്നത് 4,33,3,000 രൂപയാണ് നമുക്ക് കിട്ടുന്നത് ഡെയിലി സീൽ. സാധാരണ എല്ലാ നെറ്റ്വർക്ക് കമ്പനികളിലും ഈ പെയർ മാച്ചിങ്ങുമാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻകം, ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇൻകം. പക്ഷേ ഗ്ലാക്കോഡ് അവിടെ നമ്മൾ എത്തിക്കുകയാണ്. ഇവിടെ ഇത് നമ്മുടെ ചെലവ് കാശ് എന്നാണ് ഗ്ലാക്കോഡ് പറയുന്നത്. നിങ്ങൾക്ക് യഥാർത്ഥ ഇൻകം വരുന്നത് നിങ്ങളുടെ ജനറേഷൻ ഇൻകം എന്ന് പറയുന്ന ഒരു രീതിയാണ്. ജനറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഡയറക്റ്റ് കൊണ്ടുവന്ന നമ്മുടെ ആദ്യത്തെ വരുമാനം റീറ്റെയിൽ ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റ് റഫറൽ ബോണസ് ആണ്. അങ്ങനെ ഡയറക്റ്റ് കൊണ്ടുവരുന്ന ആളാണ് നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ. അദ്ദേഹം കൊണ്ടുവരുന്ന ആൾ അങ്ങനെ താഴേക്ക് കൊണ്ടുവരുന്ന ജനറേഷൻ, തലമുറകൾ എന്ന് പറയും. തലമുറ ഞാൻ ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അദ്ദേഹം കൊണ്ടുവരുന്നതാണ് തലമുറ. അങ്ങനെ 5 തലമുറയിൽ നമുക്ക് വരുമാനം കിട്ടും. ഫസ്റ്റ് ജനറേഷൻ വാങ്ങുന്നതിന്റെ 5% നമുക്ക് വരുമാനം കിട്ടും. ഡെയിലി 5,000 രൂപ നമുക്ക് വരുമാനമായി കിട്ടും. അതുപോലെ തന്നെ സെക്കൻഡ് ജനറേഷൻ വാങ്ങുന്നതിന് 5% കിട്ടും. തേർഡ് ജനറേഷൻ വാങ്ങുന്നതിന്റെ 10% കിട്ടും. ഫോർത്ത് ജനറേഷൻ വാങ്ങുന്നതിന്റെ 10%, ഫിഫ്ത്ത് ജനറേഷൻ വാങ്ങുന്നതിന്റെ 20% നമുക്ക് വരുമാനം കിട്ടും. ആലോചിച്ച് നോക്കി. അങ്ങനെ ടോട്ടൽ 50% ആണ് നമ്മുടെ ജനറേഷൻ ഇൻകം എന്ന് പറയുന്നത്. ആ ജനറേഷൻ ഇൻകം ആയിട്ട് നമുക്ക് ഡെയിലി സീലിംഗ് ലിമിറ്റ് എന്ന് പറയുന്നത് 50,000 രൂപയാണ്. 50,000 രൂപ ഡെയിലി സീലിംഗ് ആണെങ്കിൽ ഒരു മാസം കൊണ്ട് 15 ലക്ഷം രൂപ നമുക്ക് വരുമാനം കിട്ടും ഒരു മാസം. അതാണ് ഇതിന്റെ ബ്യൂട്ടിഫുൾ ജനറേഷൻ ഇൻകം. അത്രയും അട്രാക്റ്റീവ് ആണ്. ഈ ജനറേഷൻ ഇൻകം കോഡിംഗത്തെ പോലെ തന്നെ അട്രാക്റ്റീവ് ആണ്. പക്ഷേ ജനറേഷൻ ഇൻകം മാത്രമല്ല നമുക്ക് കിട്ടുന്നത് ഒരു സർപ്രൈസ് പോയിന്റ് എന്ന് പറയുന്ന ഒരു സാധനം വരുന്നത്. സർപ്രൈസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എല്ലാ കമ്പനികളിലും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് സീനിയോറിറ്റിക്ക് അനുസരിച്ചാണ് കിട്ടുന്നതറിയാം. ഇവിടെ ജോയിൻ ചെയ്യുന്ന സെക്കൻഡിനാണ് സീനിയോറിറ്റി, ദിവസത്തിനാണ്. അവിടെ അന്ന് തുടങ്ങി ഒരു സർപ്രൈസ് പോയിന്റ് കിട്ടുന്നു. കാരണം ഈ പോയിന്റ് എന്ന് പറയുന്നത് ഷോപ്പിംഗ് പോയിന്റ് ആണ്. നമ്മൾ ഒരാളെ ഡയറക്ട് സെയിൽ കൊടുത്തു, ആൾ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചു. 1-2 വർഷം കഴിഞ്ഞ് നമ്മൾ അദ്ദേഹത്തെ കാണുന്ന സമയത്ത് നമ്മൾ ചോദിക്കാം, എങ്ങനെയുണ്ട് എന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കൊണ്ട് ഞാൻ പ്രൊഡക്റ്റ് ഉപയോഗിച്ചു, ഇപ്പോൾ കമ്പനി ഉണ്ടോ, കമ്പനി ഇപ്പോൾ ഉണ്ട്, ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്, സാറിന് അതിൽ നിന്ന് ഒരു സർപ്രൈസ് പോയിന്റ് എന്ന് പറയുന്ന രീതിയിലേക്ക് എടുക്കാം. സാറിന്റെ ഓപ്പൺ ചെയ്യുന്ന പറഞ്ഞ് നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് 15,000 മുതൽ 25,000 വരെയുള്ള സർപ്രൈസ് പോയിന്റ് അദ്ദേഹത്തിന്റെ ഫോണിൽ ഉണ്ട്. 10,000 രൂപയ്ക്കുള്ള സർപ്രൈസ് പോയിന്റ് അദ്ദേഹത്തിന് എൻഗേജ് ചെയ്യാൻ. അതിന് ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ 1 രൂപയാണ്. 15,000 രൂപയുടെ പർച്ചേസ് നടത്താനായിട്ട് അതിന് യാതൊരുവിധ ക്രൈറ്റീരിയ ഇല്ല. അദ്ദേഹത്തിന് വാങ്ങും. പക്ഷേ 15,000 മേലെ വാങ്ങാൻ അദ്ദേഹം ഒരു ഡയറക്ട് റഫറൽ നടത്തും. ആ ഡയറക്ട് റഫറൽ നടത്തി കഴിഞ്ഞാൽ അതിന് 25,000 രൂപയുള്ള ബിസിനസ് പർച്ചേസ് നടത്താം. ഇങ്ങനെ നടക്കുന്ന സമയത്ത് ലൂസർ ഉണ്ടാവില്ല. കാരണം അദ്ദേഹത്തിന്റെ സർപ്രൈസ് പോയിന്റ് ആയിട്ട് കാണുമ്പോൾ അദ്ദേഹം ഡയറക്റ്റ് ആയിട്ട് റഫർ ചെയ്യാനും അതുവഴി ബിസിനസ് വീണ്ടും ഡെവലപ്പ് ചെയ്യാനും നമ്മുടെ കൂടെ വന്നവർക്ക് എപ്പോൾ വേണമെങ്കിലും ബിസിനസ്സിലേക്ക് കയറി വന്നവർക്ക് ആക്റ്റീവ് ആവാനുള്ള ഒരു അവസരമാണ് സർപ്രൈസ് പോയിന്റ് വഴി നമുക്ക്. നെക്സ്റ്റ് വരുന്നതാണ് ഇ-കോം ബോണസ്. ഞാൻ നേരത്തെ പറഞ്ഞു ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ തുടങ്ങി ഇ-കോം എല്ലാം വളരെ 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 മികച്ച രീതിയിലാണ് പോകുന്നത്. ഇവിടെ ഗ്ലാക്കോഡും ഒരു ഇ-കോം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. ഇ-കോമേഴ്സ് സ്റ്റാർട്ട് ചെയ്യും. ആ ഇ-കോമേഴ്സിലാണ് അടുത്ത ഇൻകം. അതായത് നേരത്തെ നമുക്ക് 5 ജനറേഷനാണ് ഇൻകം പറഞ്ഞെങ്കിൽ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് 15 ജനറേഷൻ ഇൻകമാണ്. അതായത് 5 തലമുറയല്ല, 15 തലമുറ താഴേക്കുള്ള ആൾ വാങ്ങുന്നതിന്റെ ഇൻകവും നമുക്ക് കിട്ടും. ആലോചിച്ച് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് ഇവിടെ വന്ന ഒരു വ്യക്തി ഗ്ലാക്കോഡ് സെലക്ട് ചെയ്ത് അതിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ലൂസർ ആകരുത്, അച്ചീവ് ആയി. അതാണ് ഗ്ലാക്കോഡിന്റെ വിഷൻ എന്നുള്ളത്. ഇവിടെ ലൂസർ ഉണ്ടാവരുത്, വരുമാനം നേടുക. ആ അൺലിമിറ്റഡ് ആയിട്ട് ഇൻകം കിട്ടുന്ന രീതിയിലാണ് ഇത് പ്ലാൻ ചെയ്തത്. ഇത് ഏകദേശം ഒക്ടോബർ മാസത്തോട് കൂടിയാണ് ലോഞ്ച് ആവുക. ലോഞ്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സ്പീരിയൻസ് ചെയ്ത് ആസ്വദിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അടുത്ത് വരുന്നതാണ് ഫാസ്റ്റ് ട്രാക്ക് ബോണസ് എന്ന് പറയുന്നത്. എവിടെയും പ്രവർത്തിക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം? അംഗീകരിക്കണം. അവർക്ക് അഡീഷണൽ ബെനിഫിറ്റ് കിട്ടണം. പ്രവർത്തിക്കുന്നതിനുള്ള വരുമാനം നമുക്ക് കിട്ടണം. ഇവിടെ ഫാസ്റ്റ് ട്രാക്ക് ബോണസ് എന്ന് പറയുന്നത് നമ്മൾ ജോയിൻ ചെയ്ത് 10 ദിവസത്തിനുള്ളിൽ 5 പേരെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ, ഡയറക്ട് റെഫർ ചെയ്ത് നമുക്ക് ID ജനറേറ്റ് ചെയ്യും. ഈ ID 1 വർഷത്തേക്കാണ് നിൽക്കുക. അതായത് ഒരു ആള് കമ്പനി ജോയിൻ ചെയ്യുന്ന സമയത്ത് കമ്പനി അതിന് നിശ്ചിത ശതമാനം രൂപ മാറ്റി വയ്ക്കും. നിശ്ചിത ശതമാനം പൈസ മാറ്റി വെച്ചിട്ട് ആ പൈസ ഈ ഫാസ്റ്റ് ട്രാക്ക് ID അച്ചീവ് ചെയ്തവർക്കെല്ലാം ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഉദാഹരണത്തിന് ഒരു മാസം കമ്പനി 2 ലക്ഷം രൂപയുടെ ഫാസ്റ്റ് ട്രാക്ക് ID ബോണസ് ആയിട്ട് കമ്പനി മാറ്റി വെച്ചു. അവിടെ
30 അല്ലെങ്കിൽ 50 പേരോ വന്നിട്ടുണ്ടെങ്കിൽ ഈ 1 ലാഖിനെ 50 ആക്കിയിട്ട് ഈ 50 പേർക്ക് തുല്യം വരും. 10 ദിവസത്തിനുള്ളിൽ 5 പേര് വന്നു. ഇനി അടുത്ത ഒരു വർഷത്തിനുള്ളിൽ 10 പേരെ ഡയറക്റ്റ് റെഫർ ചെയ്ത് നമുക്ക് സെക്കൻഡ് ഐഡി ജനിച്ചാൽ കേട്ടോ. അപ്പോൾ അന്ന് തുടങ്ങിയുള്ള ഡേറ്റ്, അതായത് ഇന്ന് മാർച്ചാണ്. ഈ മാർച്ച് മാസം നമ്മൾ ജോയിൻ ചെയ്തു, 5 പേരെ നമ്മൾ ജോയിൻ ചെയ്തു, ഫസ്റ്റ് ഐഡി ക്രിയേറ്റ് ചെയ്തു. നമ്മൾ 4, 5, 6 മാസം കഴിഞ്ഞ് നമ്മൾ 10 പേരെ വീണ്ടും ഡയറക്റ്റ് ചെയ്യും. 10ാമത്തെ ആൾ ഡയറക്റ്റ് ആയി, അതായത് 5+5 10ാമത്തെ പേരെ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് സെക്കൻഡ് ഐഡി കിട്ടും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഐഡിയുടെ ജനറേഷൻ ഈ സെക്കൻഡ് ഐഡിയുടെ ഡേറ്റിലേക്ക് എക്സ്റ്റെൻഡ് ആവും. ഒരു വർഷം നമ്മൾ വീണ്ടും ആ ഡേറ്റിലേക്ക് എക്സ്റ്റെൻഡ് ആവും. അങ്ങനെ നമുക്ക് 8 ഐഡികൾ വരെ 8 ഐഡികൾ വരെ നമുക്ക് ഇതിന് അച്ചീവ് ചെയ്യാൻ സാധിക്കും, നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നതാണ് സ്മാർട്ട് ലീഡർഷിപ്പ് ബോണസ്. വളരെ ഈസിയാണ് ഇത് അച്ചീവ് ചെയ്യാൻ, വളരെ ഈസി. നമ്മൾ ജോയിൻ ചെയ്തു, നമ്മുടെ റൈറ്റ് ലെഫ്റ്റ് നമ്മൾ ഓരോരുത്തരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ താഴെ ഈ 2 പേരെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്മാർട്ട് ലീഡർഷിപ്പ് ബോണസിന് അർഹത നേടും. ഇതിനുള്ള കാലാവധി എന്ന് പറയുന്നത് 30 ദിവസമാണ്. ഫാസ്റ്റ് ട്രാക്ക് ഐഡി എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെയാണ് സ്മാർട്ട് ലീഡർഷിപ്പ് ബോണസ് വരുന്നത്. അതുപോലെ തന്നെ ഇത് ഒരു വർഷത്തേക്ക് നമുക്ക് ഈ ഒരാളെ വെച്ച് നമ്മൾ ചെയ്തു. അടുത്ത നമ്മൾ പറഞ്ഞ 5 പേരെ വെച്ചാണ് ഫാസ്റ്റ് ട്രാക്ക് കിട്ടുക. ഒരു വർഷത്തിൽ വീണ്ടും നമുക്ക് ഡയറക്റ്റ് നമ്മൾ ഒരാളെ റെഫർ ചെയ്യണം, അയാൾക്കും ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ഫാസ്റ്റ് ട്രാക്ക് സ്മാർട്ട് ലീഡർഷിപ്പിലേക്ക് പോകും. അങ്ങനെ നമുക്ക് അതും ഓരോ വർഷത്തേക്കും എക്സ്റ്റെൻഡ് ചെയ്തു. ഫാസ്റ്റ് ട്രാക്ക് ഐഡി നമുക്ക് എങ്ങനെ കിട്ടുന്നു അതുപോലെ തന്നെ നിശ്ചിത എമൗണ്ട് മാറ്റി വെച്ചിട്ടാണ് ഈ സ്മാർട്ട് ലീഡർഷിപ്പിൽ വരുന്നത്. നമുക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഈ കമ്പനി തുടങ്ങി 30-45 ദിവസങ്ങളിലേക്ക് സ്മാർട്ട് ലീഡർഷിപ്പ് ചെയ്ത ഒരു വ്യക്തിയുള്ളൂ. ആ വ്യക്തിക്ക് സ്മാർട്ട് ലീഡർഷിപ്പ് ബോണസ് മാത്രമായിട്ട് കിട്ടിയത് 35,000 നേരെ. കാരണം 2 പേരുണ്ടെങ്കിൽ വേണമായിരുന്നു, 10 പേരുണ്ടെങ്കിൽ വേണം, പക്ഷേ ഒരാൾ മാത്രമേ. അതുകൊണ്ട് ഇതിനു വേണ്ടി മാറ്റി വെച്ച സംഖ്യയെല്ലാം അദ്ദേഹത്തിന് കിട്ടി. അപ്പൊ നമുക്കും ഇവിടെ അവസരമുണ്ട്. നമുക്ക് ഇതിന് 30 ദിവസമാണ് സമയം തരുന്നത്. മറ്റേതിന് 10 ദിവസമായിരുന്നെങ്കിൽ ഫാസ്റ്റ് ട്രാക്ക് ഐഡിക്ക് 10 ദിവസമാണെങ്കിൽ ഇവിടെ സ്മാർട്ട് ലീഡർഷിപ്പിന് 30 ദിവസമാണ് നമുക്ക് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് റാങ്കുകളാണ്. ഇതും വളരെ മനോഹരമാണ്. നമ്മൾ ലീഡർ ആകാം. ഇങ്ങനെ ഏകദേശം 15ഓളം റാങ്കുകൾ വരുന്നത്. ഈ 15 റാങ്കുകളിൽ നമുക്ക് നമ്മുടെ അച്ചീവ്മെന്റ്സ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഈ റാങ്കിനനുസരിച്ച് നമുക്ക് അതിന്റെ വരുമാനം എൻജോയ് ചെയ്യാൻ സാധിക്കും. അതായത് വരുമാനത്തിന് 15% കമ്പനി ആനുവൽ പ്രോഫിറ്റ് ആയിട്ട് മാറ്റുന്നത്. അത് കമ്പനി കൊടുക്കുന്നത് 11th റാങ്കായ അംബാസഡർ മുതൽ 15th റാങ്കായ ഗ്ലോബൽ അംബാസഡർ വരെയുള്ളവർക്ക് ഈക്വൽ ആയിട്ട് ഡിവിഡൻഡ് കൊടുക്കും. അങ്ങനെയാണ് ഈ റോയൽറ്റി കൊടുക്കുന്നത്. അതായത് ഇതെല്ലാം നമ്മുടെ 10 വൗ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഇതിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് അച്ചീവ് നമുക്ക് നടക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ എടുക്കണം. ഡിസ്ട്രിബ്യൂഷൻ എടുക്കണമെങ്കിൽ ഇവിടെ നമുക്ക് കാണാം ബിസിനസ് വോളിയം എന്ന് പറയുന്നത് 250 DV എഡ്യൂക്കേഷൻ, എക്സാം 250 DV, ഇംഗ്ലീഷ് ബ്ലോക്ക് 35 DV, OET, IELTS, PTE 500 DV വെച്ചിട്ട് ഇതില് 10,000 രൂപ വില വരുന്ന 10,000 പ്ലസ് GST അടയ്ക്കുന്ന ഒരു പ്രൊഡക്റ്റ്, ഒരു പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാക്കേജുകൾ എടുക്കാം. ഒരു 2 എഡ്യൂക്കും അല്ലെങ്കിൽ ഒരു IELTS എടുക്കാം, അല്ലെങ്കിൽ ഒരു 2 ഇംഗ്ലീഷ് ബ്ലോക്കും ഒരു എക്സാം. അത് 10,000 രൂപ അധികമോ വരുന്ന പ്രൊഡക്റ്റ് ഒരു പാക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ കിട്ടും. അതെടുത്താലാണ് ഞാൻ നേരത്തെ പറഞ്ഞ 10 വൗ ബെനിഫിറ്റ്സ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് പറഞ്ഞ റീറ്റെയിൽ പ്രോഫിറ്റ്, രണ്ടാമത് പറഞ്ഞ ഡയറക്റ്റ് സെയിൽസ് ബോണസ്, മൂന്നാമത് പറഞ്ഞ ഓഡ് ഇൻകം, നാലാമത് പറഞ്ഞ ജനറേഷൻ ഇൻകം, അഞ്ചാമത് പറഞ്ഞ സർപ്രൈസ് പോയിന്റ്സ്, ആറാമത് പറഞ്ഞ ഇകോം പ്രോഫിറ്റ്, ഏഴാമത് പറഞ്ഞ ഫാസ്റ്റ് ട്രാക്ക് ബോണസ്, എട്ടാമത് പറഞ്ഞ സ്മാർട്ട് ലീഡർഷിപ്പ് ബോണസ്, ഒൻപതാമത് പറഞ്ഞ റാങ്കുകൾ അച്ചീവ് ചെയ്ത്, 10ാമത് പറഞ്ഞ റോയൽറ്റി. ഇതാണ് 10 വൗ ബെനിഫിറ്റ്സ്. ഈ വൗ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് 10,000 രൂപയിൽ കുറയാത്ത ഒരു പാക്ക് നമ്മൾ വാങ്ങും. വളരെ ചെറിയൊരു സംഖ്യ. നിങ്ങൾ ആവശ്യം നോക്കുന്ന ഒരു ബിസിനസ് നമുക്ക് തുടങ്ങണമെങ്കിൽ എത്ര ലക്ഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം? ഇവിടെ 10,000 പ്ലസ് GST എന്ന് പറയുമ്പോൾ 11,800 രൂപയ്ക്ക് നമുക്ക് ഇത്രയും അധികം വരുമാനങ്ങൾ വാങ്ങാനുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇന്നത്തെ കാലഘട്ടത്തിന്റെ ബിസിനസ്സാണിത്. ഇന്നത്തെ കാലഘട്ടത്തിലെ ആൾക്കാർ ആഗ്രഹിക്കുന്ന ബിസിനസ്സാണ്. പഠിക്കാൻ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഫോണിനെ ആശ്രയിക്കുന്നത്. എന്റെ മകള് ഇന്ന് എന്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞോട് പറയാം, അച്ഛൻ ഞാൻ പഠിക്കുന്നപ്പോൾ ഫോണിൽ നോക്കിയിട്ടാണ്. നിങ്ങളുടെ വീട്ടിലെല്ലാം കുട്ടികൾ തന്നെയായിരിക്കും കൂടുതൽ പേര് ഫോണിൽ നോക്കി പഠിക്കുന്നുണ്ടാവും. അച്ഛൻ ഞാൻ ഫോണിൽ നോക്കിയാണ് കൂടുതൽ നല്ല കാര്യം പറഞ്ഞു. അവർ എവിടെയാണോ അവിടെ നമ്മൾ അവർക്ക് പഠിക്കാനുള്ള സാധനം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അച്ചീവ് ചെയ്യും. പക്ഷേ പലപ്പോഴും അവർക്ക് അവിടെ കിട്ടുന്നത് പഠിക്കാനുള്ള സാധനമല്ല, എന്റർടൈൻമെന്റ് സാധനമാണ്. ആ എന്റർടൈൻമെന്റ് മാറ്റി നമ്മൾ എഡ്യൂക്കേഷനിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അവരുടെ ഭാവി സേഫ് ആകും. നമ്മുടെ മക്കളുടെ ഭാവി സേഫ് ആക്കുക, ഒപ്പം നമ്മൾ നല്ലൊരു സമൂഹത്തെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ബ്ലാക്ക്ബോർഡിന്റെ എയിം എന്ന് പറയുന്നത്. അതിനുവേണ്ടിയാണ് എഡ്യൂക്കേഷൻ മേഖലയിലേക്ക് ബ്ലാക്ക്ബോർഡ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഇത് ആവശ്യമുള്ള ഒരുപാട് പേരുണ്ട്. ഈ പ്രൊഡക്റ്റ് ആവശ്യമുണ്ട് ഒരുപാട് പേര്. ഇത് വിദ്യാർത്ഥികൾ മാത്രമല്ല, അധ്യാപകർ, രക്ഷിതാക്കൾ എല്ലാവർക്കും ഇത് ആവശ്യമാണ് എഡ്യൂക്കേഷൻ പാക്കേജ്. അപ്പോൾ ഈ 10 വൗ ബെനിഫിറ്റ്സും നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ 10,000 രൂപയുടെ ഒരു പാക്ക് വാങ്ങണം. 11,800 രൂപ GST അടക്കം. അത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. വളരെ നിസ്സാരമായ സംഖ്യയ്ക്ക് നിങ്ങൾക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. മാസം ഏകദേശം 30 ലക്ഷത്തിന് മുകളിൽ നേടാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഞങ്ങൾ നിങ്ങൾക്ക് വെച്ചത്. നിങ്ങൾക്ക് വേണ്ടി മനസ്സിലാക്കി തന്നിരിക്കുന്നത് ഒരു ദിവസം മിനിമം 15,000 പ്ലസ് നേരത്തെ പറഞ്ഞ ഏകദേശം ഡെയിലി 1,20,000 രൂപയ്ക്ക് മേലെ വരുമാനം കിട്ടുന്ന ഒരു ബിസിനസ് ആണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്നത്. ഈ ബിസിനസ് അവസരത്തിലേക്കാണ് നിങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങളുടെ ബന്ധുക്കളും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇത് നേടാൻ ഇവിടെ സാധിക്കും. കാരണം കമ്പനി തുടങ്ങിയിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ അവസരങ്ങളുടെ പെരുമഴയാണ്. ആവശ്യക്കാർ ആവശ്യം പറയുന്നത്. നമ്മളൊന്ന് മെനക്കെട്ടിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ വരെ എന്തൊക്കെ ആകണമെന്ന് നേടണമെന്ന് ആഗ്രഹിച്ചു അതെല്ലാം നേടാനുള്ള ഒരു അവസരമാണ്. നമ്മൾ എവിടെയാണോ വീണത് അവിടെ ഉയർത്തി നൽകാനുള്ള ഒരു അവസരമാണ്. ഈ അവസരം നിങ്ങൾ വളരെ ഭംഗിയായി ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരാണ് ഈ മീറ്റിലേക്ക് വിളിച്ചിരുന്നത് അവരുമായിട്ട് ഡിസ്കഷൻ നടത്തുക. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുന്ന ആ സെക്കൻഡ് മുതൽ നിങ്ങൾ സർപ്രൈസ് പോയിന്റ് ജനറേറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് ഒട്ടും ലേറ്റ് ആകരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഈ സെഷൻ അവസാനിക്കാൻ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണുമെന്ന് വരുന്നു. താങ്ക് യു.